ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട്, അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് മൃഗഭോഗം. ആടുജീവിതം തിയേറ്ററുകളിൽ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു പ്രേക്ഷക പ്രതികരണം തന്നെയാണ് ആ ഒരു സിനിമയ്ക്ക് ലഭിക്കുന്നത്. എന്നാൽ ആ ഒരു സിനിമ ഇനിയിപ്പോൾ വിവാദത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മഞ്ഞുമൽ ബോയ്സൊക്കെ ഇറങ്ങിയ സമയത്ത് ആ ഒരു സിനിമയ്ക്കെതിരെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആടുജീവിതത്തിന് എങ്ങനെയായാലും എന്തെങ്കിലുമൊക്കെ ആളുകൾ പറയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു ലേഡി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ സിനിമയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട്. കുറച്ച് അത്യാവശ്യം കാര്യങ്ങൾ പറയുന്നുണ്ട്, പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം മുതൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ലേഡി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ വെച്ച് തരാം. ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരിക്കുന്നു, നിങ്ങൾ കണ്ടായിരുന്നോ? ആടുജീവിതം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട്. നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൗദി അറേബ്യയിൽ പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് 2.5 വർഷക്കാലമുള്ള ഒരു മരുഭൂമി ജീവിതത്തെ എടുത്തു വെച്ചിട്ടാണ് അത് സിനിമയാക്കി വെച്ചിരിക്കുന്നത് തന്നെ. പക്ഷെ നിങ്ങൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ മരുഭൂമി ജീവിതത്തെ വളരെ പ്രയാസത്തോടും കൂടിയും വളരെ വിഷമത്തോടു കൂടിയൊക്കെ അയ്യോ അദ്ദേഹം ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചുവല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നു. അത് നമുക്ക് കേൾക്കുമ്പോഴും വിഷമം തന്നെയാണ് അദ്ദേഹത്തിന്റെ കഷ്ടത ഓർക്കുമ്പോൾ. കാരണം അറബികളുടെ നാട്ടിൽ പോയ ഒരു കാലത്തും അറബികൾക്ക് ഒരു എന്താ പറയുന്നത് ഫ്രീഡത്തോടു കൂടി പണിയെടുക്കാൻ പറ്റില്ല. അവനൊരു അടിമയെ പോലെ തന്നെയാണ് പണിയെടുക്കേണ്ടത്. ഇപ്പോഴും അറബികളുടെ നാട്ടിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ ഫ്രീഡം ആണെന്ന് പറഞ്ഞിട്ടല്ല. യഥാർത്ഥ ശമ്പളമല്ല അറബികൾ പണിയെടുക്കുന്നതിനനുസരിച്ച് കൊടുക്കുന്നത്. ഒരുവന്റെ ശമ്പളം എന്ന് പറയുന്നത് പോലും അറബികൾ പണിയെടുക്കുന്നത് തുല്യമായ ശമ്പളമല്ല കൊടുക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ ശമ്പളം വെച്ച് നോക്കുമ്പോഴത്തേക്കും അറബികൾ ഇന്നും അടിമപ്പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത്, കേരളത്തിൽ തന്നെ ഒരു മനുഷ്യൻ പണിയെടുത്തു കഴിഞ്ഞാൽ അവന്റെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത് ഒരു മെക്കാട് പണിക്ക് പോകുന്നവനും 1000-1200 കൂലി. പക്ഷെ ബംഗാളിൽ നിന്ന് വരുന്നവനെ നമ്മൾ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നത് എങ്ങനെയാണ്? 800 രൂപയ്ക്ക് പണിയെടുപ്പിക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് അടിമ വേല എന്നാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. കൂലി കുറച്ച് കൊടുത്തുകൊണ്ട് അതേ പണിയെടുപ്പിക്കുന്നു എന്നുള്ളത് അടിമത്വത്തെ കാണിക്കുന്ന ഒന്നാണ്. അപ്പോൾ കേരളക്കാർ ഇത് എവിടുന്നാ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പഠിച്ചിരിക്കുന്നതും എവിടുന്നാ പഠിച്ചിരിക്കുന്നത്? ഈ അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ ഒരു പ്രവർത്തന രീതിയാണ് അവരും പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അറബികളുടെ നാട്ടിൽ ഇപ്പോഴും അടിമപ്പണി തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പല ആളുകൾക്കും അവിടെ നിന്നും ഇപ്പോഴും കരുതിയ ശമ്പളമൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്, അതിലേക്ക് വരാം. ഈ അറബുകളുടെ നാട്ടിൽ ഇപ്പോഴും അടിമപ്പണി എന്ന് പറയുന്ന സമയത്ത് ഈ അടിമപ്പണി ചെയ്തിട്ടും ഇവിടെ പല ആളുകളും രക്ഷപ്പെട്ട ചരിത്രമുണ്ട്. പല ആളുകൾക്കും നല്ല രീതിയിലുള്ള ശമ്പളവുമുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ അവിടേക്ക് പോകുന്നത്. ഇനി അതിന് വേറെ ഒരു എക്സാമ്പിൾ ഈ ഒരു ലേഡി തന്നെ പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് ബംഗാളികൾ വരുന്നുണ്ട്, അവർക്ക് കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതി, 800 രൂപ കൊടുത്താൽ മതി അവർക്ക്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1000-1200 കൊടുക്കണം. അപ്പോൾ ഈ ബംഗാളികൾ 800 രൂപയ്ക്ക് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ നാട്ടിൽ, അതായത് അവരുടെ ആ ഒരു പ്രദേശത്ത് അവർക്ക് ലഭിക്കുന്ന സംഖ്യ, അതായത് അവർക്ക് ലഭിക്കുന്ന കൂലി എന്ന് പറയുന്നത് 200 രൂപ 300 രൂപയൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അവർക്ക് 800 രൂപ കൊടുക്കാമെന്ന് പറയുമ്പോൾ അവരിങ്ങോട്ട് വരും. അപ്പോൾ അവർക്ക് ഇവിടെയുള്ള വ്യക്തികളുടെ അത്ര ശമ്പളം അവർക്ക് ലഭിക്കില്ല. പക്ഷെ അവർക്ക് തൃപ്തിയാണ്, കാരണം അവർക്ക് അവരുടെ നാട്ടിൽ നിന്നുള്ള കാട്ടിലും ശമ്പളം കിട്ടുന്നുണ്ട്. അതുപോലെയാണ് അറബ് രാജ്യങ്ങളിലും. അറബികൾ അവരുടെ നാട്ടിൽ പണിയെടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ നല്ല ശമ്പളം ഉണ്ടാകും. പക്ഷേ നമ്മൾ ഇവിടുന്ന് പോയിട്ട് നമ്മൾ അവിടെ പോയി പണിയെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ശമ്പളമായിരിക്കും കിട്ടുക. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ ശമ്പളം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതാണ് സംഭവം. അല്ലാതെ അറബികൾ ഇപ്പോഴും അങ്ങനെയാണ് എന്നല്ല, അങ്ങനെയുള്ളവരുമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ നല്ല രീതിക്ക് തന്നെയാണ് പോകുന്നത്. നല്ല ശമ്പളവും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും അവിടേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നതും. ഇപ്പോഴും എത്ര വ്യക്തികളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ലേഡി പറഞ്ഞിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി ഒന്ന് കേട്ടു നോക്കാം. ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള വക്കീലന്മാര്, ഞാൻ മുമ്പ് പണിയെടുത്ത വീട്ടിലൊരു വക്കീലെ പെങ്കൊച്ചുണ്ടായിരുന്നു. അവൾ എന്റെ സാലറി വെച്ച് ബേസ് ചെയ്തിട്ട് അവൾ സംസാരിക്കുന്നതാണ്, ഞാൻ വക്കീലായിരുന്നിട്ട് പോലും എനിക്ക് നിന്റെ ശമ്പളം ഇല്ലെന്നാണ് അവൾ പറയുന്നത്. പിടിയിടുന്നത് നിങ്ങൾക്ക് ഇവിടുത്തെ വക്കീലായിരുന്നിട്ട് പോലും അവർക്ക് എന്റെ അത്രയും ശമ്പളം പോലും ഇല്ല എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ഒരു അടിമത്വമല്ല ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് മിക്ക രാജ്യങ്ങളും. നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്താ പറയുക ഓഫീസ് വർക്ക് ചെയ്യുന്നവരെക്കാളും ശമ്പളം കൂടുതലാണ് മറ്റ് കോർപ്പറേഷൻ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അവിടെ വേസ്റ്റ് എടുക്കുന്നവർക്കൊക്കെ എന്ന് പറയുന്നത് നല്ല ശമ്പളം. ഇതിൽ പറയുന്നുണ്ട് ഈ മറ്റു പല രാജ്യങ്ങളിലും വേസ്റ്റ് എടുക്കുന്നവർക്കൊക്കെ നല്ല ശമ്പളമുണ്ട്, മറ്റുള്ളവർക്ക് അത്രയൊന്നും ഉണ്ടാകില്ല എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടുജോലിക്ക് വരുന്ന വ്യക്തി, അതായത് വീട്ടുജോലിക്ക് വരുന്ന വ്യക്തിക്ക് ചിലപ്പോൾ നല്ല ശമ്പളം ഉണ്ടാകും. കാരണം ആ ഒരു വീട്ടിലുള്ള വ്യക്തികൾ നല്ല ശമ്പളം കൊടുക്കും. അവരുടെ ജോലി അങ്ങനെയുള്ളതാണ്. ചിലപ്പോൾ ഒരു ദിവസം തന്നെ 2-3 വീടുകളിലൊക്കെ ജോലി ഉണ്ടാകും. അങ്ങനെ ഒരു ദിവസം തന്നെ നല്ല ശമ്പളം അവർക്ക് ലഭിക്കും. കൂടാതെ ഈ ഒരു ഷോറൂമിലൊക്കെ പണിയെടുക്കുന്ന യുവാക്കളൊക്കെ ഉണ്ടാകും. അവരുടെയൊക്കെ ശമ്പളം എന്ന് പറയുന്നത് 10,000 രൂപ മാസം അല്ലെങ്കിൽ 15,000 രൂപയൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് വളരെ കുറഞ്ഞ ശമ്പളം മാത്രമേ കിട്ടുന്നുള്ളൂ. എന്നാൽ ഈ ഒരു വീട്ടുജോലിക്ക് പോകുന്ന വ്യക്തികൾ അവർ 30 ദിവസവും പണിക്ക് പോകുന്നുണ്ട്. പക്ഷേ അവർക്ക് കിട്ടുന്നതോ ഇവർക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി സംഖ്യ കിട്ടും.
അതങ്ങനെയാണ്. പക്ഷെ ഇവരുടെ ആ ഒരു ജോലി ആളുകൾ കുറച്ചൊരു ലോ ലെവലിലായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഷോറൂമിൽ നിൽക്കുന്ന പണി എന്ന് പറയുന്നത് ആളുകൾ ഷൂട്ടും കൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു പണിയാണ്. മറ്റേത് അടിച്ചു വാരണം, തൂപ്പ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ലോ ലെവലായിട്ടുള്ള പണിയാണ്. പക്ഷെ അതിന് നല്ല ശമ്പളമുണ്ട്. അതുപോലെ തന്നെയാണ് വേസ്റ്റ് വാരുക എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശപ്പെട്ട പണിയായിട്ടാണ് കാണുന്നത്. പക്ഷെ അതിന് ശമ്പളമുണ്ട്. ആ ഒരു വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. അത് മാത്രമേ ഉള്ളൂ ഈ ഒരു പോയിന്റിനോട് പറയാനും ഉള്ളൂ. ഇനി മറ്റു ചില കാര്യങ്ങൾ ആടുജീവിതവുമായി സംബന്ധിച്ചിട്ട് നജീബിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ജസ്റ്റ് കേട്ടു നോക്കാം. സിനിമയുടെ വിഷയമാണ് സംസാര വിഷയമായി കൊണ്ടിരിക്കുന്നത് തന്നെ ആടുജീവിതം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കണം, ഈ 2.5 വർഷക്കാലത്തെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന്റെ ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട്, അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പെണ്ണാടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം. അപ്പൊ ഈ യുവതി പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ആടുജീവിതം എന്ന സിനിമയിൽ, അതായത് നജീബിന്റെ ആടുജീവിതം എന്ന ആ ഒരു സംഭവം, ആ ഒരു നോവലിൽ പറഞ്ഞിട്ടുണ്ട് നജീബ് അവിടെയുള്ള ആട്ടിൻകുട്ടികളുമായിട്ട് ഇങ്ങനെ ലൈംഗിക ബന്ധം ഏർപ്പെടാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് നമ്മുടെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബെന്യാമിൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് കേട്ടു നോക്കാം. നജീബ് പലരും വായിച്ചിട്ട് നജീബിനെ കളിയാക്കാൻ ചെല്ലും. അത് ശരി, നീ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നജീബിൻ്റെ അടുക്കുമെന്ന് പറയും, ഞാൻ അനുഭവിച്ചതും ഞാൻ ചെയ്തൊന്നും അല്ലല്ലോ നിങ്ങൾ എഴുതിയേക്കുന്നത്. ഞാൻ പറയും, നജീബ് ഇതൊരു കഥയാണ്, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നുമല്ല, അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുള്ള കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. അത് നജീബിന് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ സിനിമ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നോവൽ വന്നതിന് ശേഷമാണെങ്കിലും ഇതെല്ലാം നജീബിന് ഉത്തരം പറയേണ്ടതായ ഒരു പ്രശ്നമായി വരുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ അനുഭവിച്ചോ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും നജീബിന്? അതാണ് അതിനകത്ത് ഒരു പ്രശ്നം. കാരണം നജീബിനെ പോലെ ഒരു സാധാരണക്കാരന്മേൽ ഈ മാധ്യമങ്ങളോ സമൂഹമോ കൊടുക്കുന്ന ഒരു പ്രഷർ അതാണ് എന്നുള്ളതാണ്. അങ്ങനെയൊന്നും അല്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു, അവർ വേറെ തരത്തിൽ ചിന്തിച്ചാണെന്ന് പറയാനും മാത്രമുള്ള ഒരു എന്താണ് സാഹിത്യപരമായ അറിവ് അദ്ദേഹത്തിന് ഇല്ല, അതിനുള്ള ബലമില്ല, ഒരു നിസ്സാരനായ പാവം പിടിച്ച മനുഷ്യനാണ്. അപ്പോൾ ഈ ഇന്റർവ്യൂവിൽ ഈ വ്യക്തി കാര്യമായിട്ട് പറയുന്നുണ്ട്, നജീബിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ആയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇത്തരത്തില് കഥകളിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നജീബിന്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ല. കഥയ്ക്ക് ഒരു ഓളം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പല കാര്യങ്ങളും കഥയിൽ ചേർക്കേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള കാര്യം ഈ ഒരു ബെന്യാമിന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുള്ള ആടുജീവിതത്തിന് വരെ ആളുകൾ ഇപ്പോൾ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. എന്താണല്ലേ അവസ്ഥ?